ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ 14ാമത്തെ മന്ത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മളുടെ ഗുരു പുഷ്പാഞ്ജലി മന്ത്രത്തിലൂടെ വെറും മന്ത്രത്തിൻ്റെ അർത്ഥമല്ല നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. കാരണം അത് നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യവും കൂടിയാണ്. ഗുരുവിൻ്റെ മന്ത്രങ്ങളാണെങ്കിലും നമ്മളുടെ പരമ്പൊരുളുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ രീതിയിലുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അടുത്ത മന്ത്രത്തിൽ പറയുന്നത് ഓം നാശിതാശേഷ കൽമഷായ നമഃ. കൽമഷം എന്ന് പറഞ്ഞാൽ അഴുക്ക്, പാപം എന്നൊക്കെ അർത്ഥമാണുള്ളത്. എല്ലാ ദോഷങ്ങളെയും അഴുക്കുകളെയും നശിപ്പിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് അല്ലെങ്കിൽ ആൾക്കായിക്കൊണ്ട് നമസ്കാരം. നാശിതാശേഷ കൽമഷായ നമഃ. എല്ലാ പാപങ്ങളെയും എല്ലാ ദോഷങ്ങളെയും എല്ലാ അഴുക്കുകളെയും നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പാപ സങ്കല്പം അല്ലെങ്കിൽ അഴുക്കുകൾ എന്ന് പറയുമ്പോൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. പാപമല്ല, അത് അഴുക്കുകൾ, പാപകർമ്മങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏത് കർമ്മങ്ങൾ മറ്റുള്ളവന് ദോഷമുണ്ടാക്കുന്ന, മറ്റുള്ളവന് വേദനയുണ്ടാക്കുന്ന കർമ്മങ്ങളാണ് പാപകർമ്മങ്ങളെന്ന് പറയുന്നത്. ശാപം എന്ന് പറയുന്നതും അതുപോലെ ബന്ധപ്പെട്ടതാണ്. ഒരാളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു സംഭവം അതാരാണോ ചെയ്യുന്നത് ആ ആൾക്ക് അവർ വലിയ തപസ്യൊന്നും ആകണമെന്നൊന്നുമില്ല. പക്ഷേ സത്യസന്ധമായി ചെയ്യാത്ത കുറ്റത്തിന് ദുഃഖം നേരിടേണ്ടി വരുമ്പോൾ അതാരാണ് അതിന് കാരണക്കാരനായത് ആ ആളെ ശപിക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത് ഈ മനസ്സിൻ്റെ വേദനയാണ്. അത് മറ്റേ ആളിൽ പോയിട്ട് പതിക്കുകയാണ്. അത് ആ വ്യക്തിയെ ഒരുപാട് ഒരുപക്ഷെ അന്നേരം അതിന് പെട്ടെന്നൊരു റിയാക്ഷൻ ഇല്ലെങ്കിൽ പോലും പിന്നീട് ആയിരിക്കാം അത് അയാളെ ബാധിക്കുന്നത്.
ഒരുപക്ഷെ അടുത്ത ജന്മമായിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മത്തിന് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോഴേക്കും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് ദുഃഖം വരുന്നത് എന്ന് തിരിച്ചറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ അറിവിൻ്റെ ഒരു അഭാവം. ഇവിടെ ഗുരു നമ്മൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കൽമഷങ്ങളെ, ഇങ്ങനെയുള്ള അഴുക്കുകളെ, ഇങ്ങനെയുള്ള ദോഷങ്ങളെ, പാപങ്ങളെ ഒക്കെ മാറ്റി തരുവാൻ കെൽപ്പുള്ള ആളാണ്. അതുകൊണ്ടാണ് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തരുന്ന ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പം എത്രയോ വലിയൊരു ഗുണമാണ് നമ്മളിലേക്ക് അറിയാതെ വരുന്നത്. ഗുരുവിനെ ഉപാസിക്കുമ്പോൾ, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവനാരോ അവനാണ് ഗുരു. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു മനുഷ്യവർഗത്തെ, ലോകത്തെ തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് അവതരിച്ചതാണ്. ഒരുപക്ഷെ നമ്മൾക്കൊക്കെ ഒരാൾക്കോ 2 പേർക്കോ അല്ലെങ്കിൽ 10 പേർക്കോ ഒക്കെ ആയിരിക്കാം നമുക്കൊരു വെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഗുരു അങ്ങനെയല്ല. ഇപ്പോൾ സൂര്യൻ ഈ ലോകത്തിന് മൊത്തം പ്രകാശം കൊടുക്കുന്നതാണ്. പക്ഷെ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു ചിരാത്, അല്ലേ, ഇതൊക്കെ വളരെ ചെറിയ, നമ്മൾ മറ്റുള്ള പ്രകാശത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണ്. പക്ഷെ മെഴുകുതിരിക്കും അതിൻ്റേതായിട്ടുള്ള, അല്ലേ, ഒരു ചെറിയ കൈവിളക്കിന് അതിൻ്റേതായിട്ടുള്ള തലത്തിൽ പ്രകാശം പരത്താൻ പറ്റും. വലിയ തലത്തിൽ നോക്കുമ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെയാണ്. എത്ര വലിയ ദോഷങ്ങളെയും പാപങ്ങളെയും ഒക്കെ ഒരാളുടെ മാത്രമല്ല, ലോകത്തിന് മൊത്തം അങ്ങനെ ഒരു വെളിച്ചം പകർന്നു കൊടുക്കുവാനായിട്ട്, ഈ കിടക്കുന്ന ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുവാൻ കെൽപ്പുള്ള ആളാണ്. ഈ കൽമഷങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ പ്രകാശമായി കഴിഞ്ഞു, ഇരുട്ട് മാറുകയാണ്. അതിന് കെൽപ്പുള്ള ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയാണ്. അപ്പോൾ വെറുതെ നമ്മൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആൾ ഗുരുവാണെന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ ഗുരു നമ്മൾക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കാതെ നമ്മളിതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് യാന്ത്രികമാകാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പൂജ ചെയ്യണം, അല്ലെങ്കിൽ ജപിക്കണം, അല്ലെങ്കിൽ മന്ത്രം, അല്ലേ, ഇങ്ങനെയുള്ള മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചതാണ്. മനനാത് ത്രായതേ, മനനം കൊണ്ട് ഇല്ലാതാക്കുന്നത്. എന്തിനാണ് ഇല്ലാതാക്കുന്നത്? ഈ അറിവില്ലായ്മയെ, ഈ അജ്ഞാനത്തെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ, നാശിതാശേഷ കൽമഷായ നമഃ എന്നുള്ള മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാകുന്നത്? നമ്മുടെ കാലുഷ്യങ്ങളാണ്. നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഈ ഇരുട്ട്, അജ്ഞാനം, അല്ലെങ്കിൽ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികൾ, ഇതെല്ലാം ഇല്ലാതാകുകയാണ്. അങ്ങനെയുള്ള അത് ഇല്ലാതാക്കി തരുന്ന ആ ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയുകയാണ്. ഇനിയോ, ഓം ഭക്തി സംയുക്തായ നമഃ, ഭക്തിയോട് കൂടിയവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ഭക്തി എന്താണ്? ആത്മാനുസന്ധാനം ആണ് ഭക്തി. പറയുന്നുണ്ട് ആത്മാനുസന്ധാനം. ഭക്തി ആത്മാനുസന്ധാനം, ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നത്. നമുക്ക് 4 മാർഗങ്ങളുണ്ട്, പറയുന്നുണ്ട് സാക്ഷാത്കാരത്തിന്. ആത്മസാക്ഷാത്കാരത്തിന് 4 വഴികൾ. അതിലൊന്ന് ഭക്തി മാർഗമാണ്, ഒന്ന് രാജയോഗമാണ്, ഒന്ന്
കർമ്മയോഗമാണ്, ഒന്ന് ജ്ഞാനയോഗമാണ്. അപ്പം ഇവിടെ ഭക്തിയുടെ ആ ഒരു പൂർണ്ണത, ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക, അല്ലെങ്കിൽ ആത്മാവ് മാത്രമായിട്ട് നിൽക്കുക, ആ ഭക്തി സംയുക്തായ നമഃ, അങ്ങനെ ഭക്തി മാത്രമായിട്ട് ആ നിറവിൽ നിൽക്കുന്നവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. നമ്മുടെ 99% ആൾക്കാരുടെ ഭക്തി എന്ന് പറയുന്നത് എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള ഭക്തിയാണ്. നമ്മൾ വഴിപാടുകൾ നേരുന്നു, അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഗുരുവിന് വഴിപാട് നേരുന്നു, പലതുണ്ട്. എന്താണ് അതിൻ്റെ പുറകിൽ? നമ്മുടെ സ്വാർത്ഥതയാണ്. എൻ്റെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഞാൻ ഭഗവാന് കൊടുക്കുന്ന ഒരു കൈക്കൂലി, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഓരോ അമ്പലങ്ങളിലും ഓരോ ദേവതയ്ക്കും കുടുംബദേവതയ്ക്കും ഒക്കെ നമ്മൾ സങ്കല്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നതുപോലെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭഗവാന് ഇന്നതുപോലെ ചെയ്തേക്കാം. അത് ഭക്തി എന്ന് പറയാൻ പറ്റില്ല. ഭക്തി എന്ന് പറയുമ്പോൾ ഈ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതായിരിക്കണം. അതുകൊണ്ട് കൊച്ചു കൊച്ചു കൈക്കൂലികൾ, അതെല്ലാ മതവിഭാഗങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അതിന് അതിൻ്റേതായിട്ട് ഫലവുമുണ്ട്. കാരണം മനസ്സ് നന്നായിട്ട് ഏകാഗ്രപ്പെടുമ്പോൾ, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഏകാഗ്രപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ എത്രയോ കാര്യങ്ങളാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ ജീവചരിത്രവുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ പലരും ഗുരുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരു ഭക്തൻ്റെ വീട്ടിൽ ഒരു വാഴ നട്ടിട്ട് ആ വാഴപ്പഴം, അതിൻ്റെ പഴം ഗുരു ഇവിടെ വന്ന് സ്വീകരിക്കണം എന്ന് സങ്കല്പിച്ചുകൊണ്ട് വാഴ നടുകയും അതിന് വെള്ളമൊഴിക്കുകയും ദിവസവും പൂജ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു ഭക്തൻ്റെ കാര്യം ജീവചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇദ്ദേഹം അത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഗുരുദേവൻ ഇവിടെ വന്ന് ഇത് സ്വീകരിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹം, അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു ഭക്തിയാണ്, പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ്. ഈ മനസ്സ് ഒന്ന് തന്നെ ആയതുകൊണ്ട് ശക്തമായിട്ടുള്ള അങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഗുരുവിനും തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് അത് പഴം ആ കൊല പഴുത്തു കഴിഞ്ഞപ്പോൾ ഗുരു സ്വാഭാവികമായിട്ട് അവിടെ വരികയായിരുന്നു, വന്ന് ചോദിച്ച് വാങ്ങിച്ചു എന്നുള്ളതാണ്. അതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്, ഗുരുവിൻ്റെ സിദ്ധികളാണ്. എത്രയോ എത്രയോ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ ഗുരു കാട്ടിയിട്ടുണ്ട്. അപ്പോൾ സിദ്ധിയും ഭക്തിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ്. അത് കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഈ ഒരു ആശയം അവിടെ വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ട്, കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഗുരുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇന്നത് വേണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അത് നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തി പോലെ, ഏകാഗ്രത പോലെ ഒക്കെ സംഭവിക്കും. ഇപ്പോൾ ചിലർക്കൊരു ഇതുണ്ട്, ഇത്രയൊക്കെ ചിലത് പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അവർക്ക് അന്നേരം അവർ ഗുരുവിനോടോ അല്ലെങ്കിൽ ദേവതയോടോ ഒക്കെ വലിയ ദേഷ്യമുള്ളവരൊക്കെ ആയിരിക്കും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര കാരുണ്യമില്ലാത്തത് എന്നൊക്കെയുള്ള ചില പരിഭവങ്ങളൊക്കെ നമ്മൾ കാണുന്ന ധാരാളം ആൾക്കാരുണ്ട്. ചിലർ അതുകൊണ്ട് തന്നെ വിളക്ക് കത്തിക്കാത്ത ആൾക്കാരുണ്ട്. അവരുദ്ദേശിച്ച പോലെ ബിസിനസ് നടന്നില്ല, അല്ലെങ്കിൽ അതുപോലെ ചിലത് നടക്കാതെ വരുമ്പോൾ പിന്നെ അവർ വിചാരിക്കും ഇനി ഞാൻ ഇതൊന്നും കത്തിക്കില്ല, ഇത് ശരിയായിട്ടേ ഉള്ളൂ എന്നൊക്കെ. അത് അവരുടെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിൻ്റെ ഇതിൽ നിന്നുണ്ടായതല്ല, അവരാഗ്രഹിച്ച പോലെ നടക്കാതെ വന്നതുകൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ്. ഇവിടെ അങ്ങനെയല്ല. ഭക്തി ശരിക്കും ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്ന, ഇവിടെ ഗുരു പൂർണ്ണമായിട്ട് ആ പരമ്പൊരുൾ തന്നെ ആയതുകൊണ്ട്, അത് നിറഞ്ഞു നിൽക്കുന്ന ഒന്നായതുകൊണ്ടും
ഭക്തി സംയുക്തായ നമഃ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ വേറെ രണ്ടില്ല. അപ്പം അങ്ങനെ ജ്ഞാനത്തിൻ്റെ നിറവിലാണ് ശരിക്കും ഈ ഇവിടെ പറയുന്ന ഭക്തി. അത് ആ രീതിയിൽ മനസ്സിലാക്കുക. പിന്നെയോ ഓം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാതിരിക്തായ നമഃ. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാതിരിക്തായ നമഃ. ഇവിടെ 3 ശരീരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ 3 ശരീരങ്ങളും അല്ലാതെ, അതായത് സ്ഥൂലമായിട്ടുള്ള ശരീരം എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഒന്നാണ്. അതിന് സ്ഥൂല ശരീരം എന്ന് പറയും. പിന്നെ ഉള്ളത് സൂക്ഷ്മമായിട്ടുള്ള ഒന്നാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് പ്രാണമയ കോശം ഉൾപ്പെടെ 5 ഇതുണ്ട്. പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള ശരീരത്തെ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ഒരു ശരീരം. പിന്നെ ഉള്ളത് എന്താണ്? കാരണശരീരം. കാരണം നമ്മുടെ ഈ ജന്മത്തിന് കാരണമായിട്ട് ഉള്ള ശരീരം, അതായത് വാസനകളാണ്. അതെല്ലാം കൂടി ഇരിക്കുന്നത് അടുത്ത ജന്മത്തിന് കാരണമായി നിൽക്കുന്നത് ഏതോ അതാണ് കാരണശരീരം. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ശരീരങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന, ഇതൊന്നും ബാധിക്കാത്ത, ഇതിൽ നിന്നും ഭിന്നമായിട്ടുള്ള ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാ പറയുന്നത്. ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിൽ നിന്നും വ്യതിരിക്തനായിട്ട്, ഇതിൽ നിന്നും ഭിന്നനായിട്ട് നിൽക്കുന്ന ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. എന്തുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്? ഇത് ഈ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിട്ടുള്ള ശരീരം എൻ്റെ ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ എന്ന് പറയുന്നത്, അതായത് ഗുരുവിൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ 3 രീതിയിലുള്ള ശരീരങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ഏതൊരു സ്വരൂപമാണോ ഉള്ളത്, അത് ആണ് ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ പരമ്പൊരുളിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയുകയാണ്. സ്ഥൂല ശരീരത്തെക്കുറിച്ചും സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും കാരണശരീരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ മുൻപ് പലപ്പോഴും വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനകത്തേക്ക് കൂടുതൽ പോകുന്നില്ല. പിന്നെയോ കാരുണ്യ സമ്പൂർണായ നമഃ. കാരുണ്യം അല്ലേ, ഗുരുകാരുണ്യം നമ്മൾ പറയാറുണ്ട്. ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ കാരുണ്യം സമ്പൂർണമായിട്ട് അല്ലേ, അതിനകത്ത് യാതൊരു ഒരു സൂചിക്ക് കുത്താൻ പോലും ഇടം ബാക്കിയില്ല. അത്ര കാരുണ്യ സമ്പൂർണനാണ് ഗുരു. ഗുരുവിൻ്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം, അതായത് അക്ഷരാഭ്യാസം മുതൽ റോഡിലൂടെ നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ക്ഷേത്രത്തിൽ പോകുന്നതിനും സാത്വികമായിട്ടുള്ള ദേവതകളെ ഉപാസിക്കുന്നതിനും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനും സംഘടിച്ച് ശക്തരാകുന്നതിനും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും
അതുപോലെ ശുചിത്വം ഉണ്ടാക്കുന്നതിനും ബ്രഹ്മവിദ്യ പഠിക്കുന്നതിനും എന്ന് വേണ്ട ഏതെല്ലാം സ്വാതന്ത്ര്യങ്ങളാണോ നമുക്ക് ഉള്ളത്, അത് ഈ മഹാഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് ഈ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗുരുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഗുരു ചെയ്തു തന്നിട്ടുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് കാണുന്ന ഈ അഹങ്കാരമൊക്കെ ഒറ്റയടിക്ക് തന്നെ നശിച്ചു പോകും. കാരണം നമുക്ക് നന്ദി ഉണ്ടായിരിക്കേണ്ടത് ഗുരുവിനോടാണ്. പക്ഷേ ഈ സമൂഹം ഒക്കെ ഗുരുവിനെ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആർക്ക് വേണ്ടിയിട്ടാണോ ഗുരു ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചത്, ആ ജനത ഉൾപ്പെടെ, അതുപോലെ മറ്റ് ജനതകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഗുരുവിനെ ബോധപൂർവം മറക്കുകയും ഒരു സൈഡിലേക്ക് മാറ്റുകയും ചെയ്യാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലതും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ സംഘടിച്ച് ശക്തരാകണമെന്ന് ഗുരു ഉപദേശിച്ചപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചു കൂടുവാൻ, കാരണം ഗുരുവിനെ പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ പോലും പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ജനതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം നിഷ്പക്ഷമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്വഭാവം രാഷ്ട്രീയക്കാർക്കുണ്ട്. അതൊരു ഭരണത്തിൻ്റെ തന്ത്രമാണ്. അതുകൊണ്ട് ഗുരുവിനെക്കുറിച്ച് എന്ത് ആക്ഷേപങ്ങൾ പറയുമ്പോഴും ഗുരുവിൻ്റെ അനുയായികൾ അതിന് പ്രതികരിക്കാത്തത് ഈ ആളുകൾക്ക് മറ്റുള്ളവർ എന്തെങ്കിലും നക്കാപ്പിച്ചൊക്കെ കൊടുക്കും. എന്നിട്ട് പറയും ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് വലിയ വീരവാദം മുഴക്കുകയും ചെയ്യും. അത് കേട്ടുകൊണ്ട് ഇവരെല്ലാം മിണ്ടാതിരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കരകയറണമെങ്കിൽ ഗുരുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് ഗുരുവിൻ്റെ മഹത്വത്തെ, ഗുരുവിൻ്റെ കാരുണ്യത്തെ നമ്മൾ പകർന്ന് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഗുരുവിൻ്റെ കൃതികൾ, അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മം, ഇതൊക്കെ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. പഠിച്ച് അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും നമ്മളോട് ഗുരു കാട്ടിയ കാരുണ്യ കടലാണ്. ഒരുപക്ഷെ ഒരു 100 ജന്മം നമ്മൾ എടുത്താലും ഗുരു നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നതിൻ്റെ ഒരു കടുകുമണിയോളം പോലും നമുക്ക് തിരിച്ച് ഗുരുവിന് ചെയ്യാൻ പറ്റത്തില്ല. 100 ജന്മങ്ങൾ എടുത്താൽ പോലും. കാരണം അതിനു മാത്രം ഗുരു നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്, ഓരോരുത്തർക്കും, ഒരാൾക്ക് മാത്രമല്ല. അപ്പോൾ ഈ കോടികൾക്ക് ഇത്രയും അവർക്ക് വേണ്ടി ആയുസ്സും വപസ്സും ഒക്കെ ബലിയർപ്പിച്ചുകൊണ്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത്രമാത്രം കാരുണ്യം നിറഞ്ഞു നിൽക്കണം. അപ്പോൾ കാരുണ്യ സമ്പൂർണായ നമഃ എന്ന് നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മളിലും
കാരുണ്യം നിറയണം. ഗുരു നമ്മളോട് കാട്ടിയ, മനുഷ്യവർഗത്തോട് മാത്രമല്ല പ്രകൃതിയോട് പോലും കാട്ടിയ കാരുണ്യമുണ്ട്. ആ കാരുണ്യമെന്ന ഗുണം നമ്മളിലും വന്ന് നിറയണം. നമുക്ക് കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ സദ്ഗുണങ്ങൾ നമ്മളിൽ വളർന്നു വരികയുള്ളൂ. അതിനോട് ചേർന്ന് വരുന്നതാണ് ദയ. അപ്പം ഇതൊക്കെ നമ്മളിൽ പുഷ്പിക്കണമെങ്കിൽ ഇതിനെ നമ്മൾ സ്വാംശീകരിക്കണം. കേട്ടാൽ മാത്രം പോരാ, അത് നമ്മളിലേക്ക് സ്വാംശീകരിക്കാൻ നമുക്ക് പറ്റണം. നമ്മളിലേക്ക് അത് നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റിയാൽ നമ്മുടെ തലമുറകളിലേക്ക്, അടുത്ത തലമുറയിലേക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റും. നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളിലേക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു വലിയൊരു ഐക്യമുണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഈ സമൂഹത്തിലുണ്ടാകുന്ന ക്രൂരതയ്ക്കും അതുപോലെ തന്നെ ചതിക്കും വഞ്ചനയ്ക്കും ഒക്കെ നമുക്ക് അതോടുകൂടി തടയിടാൻ സാധിക്കും. ഇപ്പോൾ ഒരു വ്യക്തിയിൽ മാത്രമല്ല അത് സംഭവിക്കുന്നത്. ഈ ഒരു ഗുണം നമ്മളിലേക്ക് സ്വാംശീകരിക്കുമ്പോഴാണ് മറ്റ് ആവശ്യമില്ലാത്ത ചീത്ത ഗുണങ്ങളെല്ലാം നമ്മളെ വിട്ടുപോകുന്നത്. അങ്ങനെ സദ്ഗുണങ്ങളെ നിറയ്ക്കുവാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ കുഞ്ഞു മനസ്സുകൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഗുണങ്ങളാണ് പകർന്ന് കൊടുക്കേണ്ടത്. ഗുരു പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ഒരു നായയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശക്തനായ മറ്റൊരു നായ അതിനെ കടിച്ചു ഓടിക്കുന്നതും ഗുരുവിൽ അതിനുണ്ടായ ദുഃഖവുമൊക്കെ കാരുണ്യത്തിൽ നിന്നാണ്. അപ്പോൾ മനുഷ്യനിൽ മാത്രമല്ല മൃഗങ്ങളിലും അതുപോലെ തന്നെ പ്രകൃതിയിലും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു ചെടിയുടെ ഇല പോലും ഗുരു ആവശ്യമില്ലാതെ നുള്ളിയെടുക്കാറില്ല. അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് ഗുരുവിൻ്റെ ഓരോരോ പ്രവൃത്തികളും. അത്രയും ശ്രദ്ധിച്ച് ചെയ്ത് നമ്മൾക്ക് കാട്ടിത്തന്ന മാതൃകയായിരുന്ന ഗുരുവിനെ പോലും നമുക്ക് നല്ല കാര്യങ്ങൾ ഗുരുവിൽ നിന്ന് കണ്ടുപഠിക്കുവാനും അത് സ്വാംശീകരിക്കുവാനും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് സാധിക്കണം. അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ഒക്കെ ഉണ്ടാകണം. സദ്ഗുണങ്ങൾ കൊണ്ട്, മൂല്യങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിൽ നമുക്ക് നിറയ്ക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ വലിയവരിലാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അതിങ്ങനെയുള്ള മന്ത്ര ജപത്തിലൂടെയും അർച്ചനയിലൂടെയും ഒക്കെ നമ്മളിൽ സംഭവിക്കണം. പിന്നെയോ ഓം ബാഹ്യ കർമ്മേന്ദ്രിയാതിരിക്തായ നമഃ. ബാഹ്യ കർമ്മേന്ദ്രിയങ്ങൾ, ആ ബാഹ്യ കർമ്മേന്ദ്രിയങ്ങളിൽ അതിൽ പെടാതെ അതിൽ നിന്നും വ്യത്യസ്തനായിട്ട് അതിനെയും സാക്ഷിയായി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരമെന്നാണ്. ബാഹ്യ കർമ്മേന്ദ്രിയങ്ങൾ നമുക്ക് അറിയാം. കർമ്മേന്ദ്രിയങ്ങൾ, ആ കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ ഈ വ്യവഹാരങ്ങൾ, ഈ ലോകത്തിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ. ആ കർമ്മേന്ദ്രിയങ്ങൾ ശരിയായ രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അത് കുഴപ്പമാകും. ആ ഇന്ദ്രിയങ്ങൾ ഞാനാണെന്നുള്ള ഒരു അവബോധം ഉണ്ടാകുമ്പോഴോ താളം തെറ്റിപ്പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തമായിട്ട്, ഇതിൽ നിന്നെല്ലാം വിഭിന്നനായിട്ട് നിൽക്കുന്നത് ആരോ ആ ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരമെന്നാണ്. അപ്പോൾ ബാഹ്യ കർമ്മേന്ദ്രിയാതിരിക്തായ നമഃ.
ഈ ബാഹ്യ കർമ്മേന്ദ്രിയങ്ങൾ, അതായത് ഗുരുവിൻ്റെ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ അത് അകർമ്മമാണ്. ഗുരുവിൻ്റെ വശത്തുനിന്ന് നോക്കുമ്പോൾ, നമ്മുടെ സൈഡിൽ നോക്കുമ്പോഴാണ് അത് കർമ്മമായിട്ട് തോന്നുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരിക്കൽ ഗുരു ഈ ക്ഷേത്രങ്ങൾ, അതിനകത്ത് വിഗ്രഹ പ്രതിഷ്ഠകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം, അത് കണ്ടിട്ട് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ, ഗുരുവിനേക്കായും ബുദ്ധിയുണ്ടെന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്. ഇപ്പോൾ പ്രവൃത്തിയാരുടെ പണിയാണല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്ഥലം അളന്ന് കുറ്റിവെക്കുക, കല്ല് വെക്കുക, അത് പ്രവൃത്തിയാരുടെ പണിയാണ്. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ കല്ല് വിഗ്രഹം അതാണല്ലോ. അങ്ങനെ കളിയാക്കി ചോദിച്ചതാണ്. അപ്പോൾ ഗുരു ഒരു സെക്കൻഡ് മൗനമായി നിന്നിട്ട് അതിന് മറുപടി കൊടുത്തു, പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന്. അപ്പോൾ ഇവിടെ കർമ്മം ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധത്തോടുകൂടി അല്ല ഇത് ചെയ്യുന്നത്, മറിച്ച് അത് സ്വാഭാവികമായിട്ട് ഞാനെന്ന കർത്തൃത്വ ഭാവം അവിടെ ഉണ്ടാകുന്നില്ല. അതാണ് ഇവിടെ ബാഹ്യ കർമ്മേന്ദ്രിയാതിരിക്തായ നമഃ. കൈകൊണ്ടും ശരീരം കൊണ്ടും മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴും ഈ കർമ്മേന്ദ്രിയങ്ങളല്ല അതിന് സാക്ഷിയായിട്ട് നിൽക്കുന്ന പരമ്പൊരുളാണ് എന്നുള്ള ബോധത്തോടുകൂടി, അവബോധത്തോടു കൂടിയാണ് ഇത് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഏത് പ്രവൃത്തിയിലും ഗുരുവിന് അങ്ങനെ യാതൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടായിട്ടില്ല. മാറി നിന്നുകൊണ്ട് നമ്മളെപ്പോലെയുള്ള അജ്ഞാനികളായിട്ടുള്ള ആളുകൾക്കാണ് അത് കർമ്മമാണ്, ഗുരു ചെയ്യുന്ന കർമ്മമാണ് എന്ന് തോന്നുന്നത്. പക്ഷേ ജ്ഞാനികളായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയല്ല തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ബാഹ്യകർമ്മേന്ദ്രിയാതിരിക്തായ നമഃ എന്ന് മന്ത്രം നമ്മൾ പഠിക്കുമ്പോൾ, ചൊല്ലുമ്പോൾ നമ്മളിലും ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള ബോധം ഉണരണം. അപ്പോൾ ഗുരുവിനെക്കുറിച്ചുള്ള മന്ത്രങ്ങളാണ്. അപ്പോൾ ഗുരു ഇവിടെ ഈ മായാലോകത്ത് അല്ലെങ്കിൽ ഈ വ്യവഹാരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് കൂടിയാണ് ഈ മന്ത്രത്തിലൂടെ കാണുന്നത്. കാരണം ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുന്ന പരമ്പൊരുളാണ് താനെന്നുള്ള ബോധത്തോടു കൂടിയാണ് ഗുരു കർമ്മങ്ങൾ ചെയ്തത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളും അതേപോലെ ആ രീതിയിൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് നമുക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കാം. അടുത്ത മന്ത്രം നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.